ഹായ് ഹലോ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2023 ഷിഫ്റ്റ് 1ത്തെ ഒരു 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പാർട്ടാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. 10 മോർ ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആരെങ്കിലും കഴിഞ്ഞ ക്ലാസ് മിസ്സായി പോയവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, പോയിട്ട് വാച്ച് ചെയ്യുക. സോ നമുക്ക് എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? In the simple neoclassical Solow model assumes Higgs neutral technological change, Harrow neutral technological change, Solow neutral technological change and Pareto neutral technological change. സിമ്പിൾ നിയോ ക്ലാസിക്കൽ സോളോ മോഡൽ എന്താണ് അസ്യൂം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ബേസിക്കലി സോളോ മോഡൽ എന്ന് പറയുന്നത് എന്താണ്? സോളോ മോഡൽ എന്ന് പറയുന്നത് എന്താണ്? ലോങ് റൺ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുക, എന്തിലൂടെയൊക്കെ? ക്യാപിറ്റൽ അക്യുമുലേഷൻ, അതുപോലെ തന്നെ ലേബർ ഗ്രോത്ത്, ടെക്നോളജിക്കൽ ചേഞ്ച്, ഇതിലൂടെ എന്ത് ചെയ്യാം, ലോങ് റൺ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുന്നതാണ് ബേസിക്കലി നമ്മൾ എന്തിൽ പഠിക്കുന്നത്? സോളോ മോഡൽ പഠിക്കുന്നത്. ഈ സിമ്പിൾ നിയോ ക്ലാസിക്കൽ സോളോ മോഡൽ എന്താണ് അസ്യൂം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ഫസ്റ്റത്തെ ഓപ്ഷൻ പറയുന്നത് എന്താണ്? ഹിഗ്സ് ന്യൂട്രൽ ടെക്നോളജിക്കൽ ചേഞ്ച്. ദാറ്റ് മീൻസ് ടെക്നോളജി വിൽ ഇംപ്രൂവ് ബോത്ത് ലേബർ ആൻഡ് ക്യാപിറ്റൽ അല്ലേ, ബോത്ത് ലേബർ ആൻഡ് ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി. ടെക്നോളജിക്കൽ ചേഞ്ച് വിൽ ഇംപ്രൂവ് ബോത്ത് ലേബർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം? ഹിഗ്സ് ന്യൂട്രൽ ടെക്നോളജിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഹാരോഡ് ആണെങ്കിലോ, ഹാരോഡ് ന്യൂട്രൽ ടെക്നോളജിക്കൽ ചേഞ്ച് എന്താണ്? ടെക്നോളജി വിൽ ഇംപ്രൂവ് ഓൺലി ദ ലേബർ പ്രൊഡക്ടിവിറ്റി ആണ് അല്ലേ, ലേബർ പ്രൊഡക്ടിവിറ്റി ആണ്. ഇനി അതുപോലെ തന്നെ സോളോ ന്യൂട്രൽ ടെക്നോളജിക്കൽ ചേഞ്ച് എന്താണ്? ടെക്നോളജി വിൽ ഇംപ്രൂവ് ഓൺലി ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി ആണ് അല്ലേ, ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി ആണ്. സോ ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹാരോഡ് ന്യൂട്രൽ ടെക്നോളജിക്കൽ ചേഞ്ച് ആണ്. അതായത് സിമ്പിൾ നിയോ ക്ലാസിക്കൽ സോളോ മോഡൽ അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ടെക്നോളജിക്കൽ ചേഞ്ച്, ടെക്നോളജി വിൽ ഓൺലി ഇംപ്രൂവ് ദ ലേബർ പ്രൊഡക്ടിവിറ്റി ആണ്. ദാറ്റ് മീൻസ് ഇത് ലേബർ ഓഗ്യുമെൻറ്റഡ് ആണ്. ഹാരോഡ് ന്യൂട്രൽ എന്ന് പറയുന്നത് ലേബർ ഓഗ്യുമെൻറ്റഡും, അതുപോലെ തന്നെ സോളോ ന്യൂട്രൽ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ഓഗ്യുമെൻറ്റഡും ആണ്. സോളോ ന്യൂട്രൽ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ഓഗ്യുമെൻറ്റഡും ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടോബിൻ ക്യൂ റേഷ്യോ. സോ നമുക്ക് ഡിഗ്രി ലെവലിലും അതുപോലെ തന്നെ PG ലെവലിലൊക്കെ കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെറ്റ് എക്സാമിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. എന്താണ് ടോബിൻ ക്യൂ റേഷ്യോ റെഫർ ചെയ്യുന്നത് എന്നാണ് ബേസിക്കലി നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഈ ടോബിൻ ക്യൂ റേഷ്യോ കൊണ്ടുവന്നിട്ടുള്ള ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ അതിൻ്റെ പേര് തന്നെ ഉണ്ട് അല്ലേ, ടോബിൻ എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്നിട്ടുള്ള ആളുടെ പേരാണ് ജെയിംസ് ടോബിൻ ആണ് എന്ത് ചെയ്യുന്നത്? ടോബിൻ ക്യൂ റേഷ്യോ എന്ത് ചെയ്തിട്ടുള്ളത്? കൊണ്ടുവന്നിട്ടുള്ളത്. ബേസിക്കലി ടോബിൻ ക്യൂ റേഷ്യോ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫേമിൻ്റെ, ഒരു പ്രൊഡ്യൂസറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പണൻ്റ് ആണ് ആക്ച്വലി എന്ത് പറയുന്നത്? ടോബിൻ ക്യൂ റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ടോബിൻ ക്യൂ റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഒരു ഫേമിൻ്റെ അസറ്റ് എടുക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യാണ്? ജസ്റ്റ് ഒരു മിനിറ്റ്. ഒരു ഫേമിൻ്റെ അസറ്റ് എടുക്കുന്ന സമയത്ത് ആ ഒരു അസറ്റ് ഓവർ വാല്യൂ ആണോ, അതുപോലെ തന്നെ അണ്ടർ വാല്യൂ ആണോ, ഓവർ വാല്യൂ ആണോ അല്ലെങ്കിൽ അത് അണ്ടർ വാല്യൂ ആണോ എന്നുള്ളത് മാർക്കറ്റ് പ്രൈസിൽ അതെന്ത് ചെയ്യുകയാണോ, ഓവർ വാല്യൂ ആണോ അണ്ടർ വാല്യൂ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോബിൻ ക്യൂ റേഷ്യോ നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. സോ ടോബിൻ ക്യൂ റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഫേം അസറ്റ് ഡിവൈഡഡ് ബൈ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഓഫ് ദി അസറ്റ്. റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഓഫ് ദി അസറ്റ് ആണ് എന്ത് കാണാനുള്ള ഇക്വേഷൻ? നമ്മുടെ ടോബിൻ ക്യൂ റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ. അതായത് മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഫേം അസറ്റ് ഡിവൈഡഡ് ബൈ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഓഫ് അസറ്റ് ആണ് എന്ത് കാണാനുള്ള ഇക്വേഷൻ? ടോബിൻ ക്യൂ റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ ടോബിൻ ക്യൂ റേഷ്യോ അതായത് ക്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, അതായത് ആ ടോബിൻ ക്യൂ റേഷ്യോ ആ ഒരു ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഫേം അസറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഫേം അസറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഓഫ് ദി അസറ്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്തായിരിക്കും? ക്യൂ റേഷ്യോ, ടോബിൻ ക്യൂ റേഷ്യോ എന്താണ്? ലെസ് ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും? മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഫേം അസറ്റ് ഈസ് എന്തായിരിക്കും? ലെസ് ദാൻ എന്തായിരിക്കും? റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഓഫ് അസറ്റ്. ഓക്കെ, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഓഫ് എന്തായിരിക്കും? അസറ്റ് ആണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അപ്പോൾ ടോബിൻ ക്യൂ റേഷ്യോയിൽ ക്യൂവിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും? മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം അസറ്റ് എന്തായിരിക്കും? എന്തിനേക്കാൾ കൂടുതലായിരിക്കും? റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഓഫ് അസറ്റിനേക്കാൾ കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് എന്തായിരിക്കും? ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും?
ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ബെറ്റർ ആയിട്ടുള്ളൊരു ഡിസിഷൻ ആയിരിക്കും. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറയുന്നത് എന്തായിരിക്കും, ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറയുന്നത് എന്തായിരിക്കും, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കണ്ടീഷൻ ആയിരിക്കും. അതായത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം അസറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഓഫ് അസറ്റ് ആണെങ്കിൽ എന്തായിരിക്കും, അതായത് ടോബിൻ ക്യൂ റേഷ്യോ എന്ത് ചെയ്യാണ്, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും, ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ടൈം ആയിരിക്കും. എന്നാൽ ടോബിൻ ക്യൂ റേഷ്യോ എന്ത് ചെയ്യാണ്, ലെസ് ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും, മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേംസ് അസറ്റ് ഈസ് ലെസ് ദാൻ എന്താണ്, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കില്ല, ഒരു വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ആ ഒരു പ്രൊഡ്യൂസർക്ക് എന്തായിരിക്കും, നഷ്ടമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഡിസിഷനെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടോബിൻ ക്യൂ റേഷ്യോ നമ്മൾ കാണുന്നത്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം അസറ്റ് ഡിവൈഡഡ് ബൈ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോബിൻ ക്യൂ റേഷ്യോ കിട്ടും. ടോബിൻ ക്യൂ റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും, ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സ്റ്റേജ് ആയിരിക്കും അത്. അതുപോലെ തന്നെ എന്തായിരിക്കും, ടോബിൻ ക്യൂ റേഷ്യോ എന്തായിരിക്കും, ലെസ് ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും, ആ ഒരു സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാന്ന് പറയുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, ആ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം എന്തായിരിക്കും, നഷ്ടമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ടോബിൻ ക്യൂ റേഷ്യോ എന്താണെന്നുള്ളതാണ്. ദ റേഷ്യോ ഓഫ് ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഫേം അസറ്റ് ടു ദി കോസ്റ്റ് ഓഫ് ദി പ്രൊഡ്യൂസിങ് ദോസ് അസറ്റ്. സോ ഇതിൻ്റെ ഫസ്റ്റ് വൺ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ദ റേഷ്യോ ഓഫ് ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഫേം അസറ്റ് ടു ദ കോസ്റ്റ് ഓഫ് ദി പ്രൊഡ്യൂസിങ് ദോസ് അസറ്റ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമ്മളൊരു ഫേമിൻ്റെ അസറ്റ് എടുക്കുകയാണെങ്കിൽ ആ ഒരു അസറ്റിൻ്റെ വാല്യൂ ഓവർ വാല്യൂ ചെയ്തിട്ടുണ്ടോ, അതിന് അണ്ടർ വാല്യൂ ചെയ്തിട്ടുണ്ടോ, ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് അത് ഓവർ വാല്യൂ ചെയ്തിട്ടുണ്ടോ അണ്ടർ വാല്യൂ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മാർക്കറ്റ് വാല്യൂവിൽ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടോബിൻ ക്യൂ റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. ടോബിൻ ക്യൂ റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തും. അത് ലെസ് ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തില്ല. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം അസറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും. എന്നാൽ ലെസ് ദാൻ 1 ആണെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് എന്താണ്, ഫേം അസറ്റ് ഈസ് ലെസ് ദാൻ എന്തായിരിക്കും, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 2 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. സോറി 1 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. 2ൽ 1 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ദ കൺസിഡർ ദ 2 sector മോഡൽ സ്മോളർ ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് എന്തൊക്കെ നയിക്കാമെന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എം പി സിയും അതുപോലെ തന്നെ എന്താണ്, അതുപോലെ തന്നെ എന്താണ്, മൾട്ടിപ്ലയറും തമ്മിൽ എന്തായിരിക്കും, പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. ദാറ്റ് മീൻസ് എം പി സി കൂടുമ്പോൾ മൾട്ടിപ്ലയർ കൂടില്ല. കാരണം എന്താ, കൺസംഷൻ കൂടുമ്പോൾ എന്ത് കൂടും, പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടും, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും, ഇൻകം കൂടും, ഇക്കണോമിയിൽ എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ എമൗണ്ട് എന്ത് ചെയ്യും, ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ കൺസംഷനാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഇക്കണോമിൽ ഗ്രോത്ത് ഉണ്ടാക്കുന്നത്. ബൈ ആരാണ്, JM കെയ്ൻസിലെ അദ്ദേഹത്തിൻ്റെ എഫക്റ്റീവ് ഡിമാൻഡിൽ അദ്ദേഹം അതാണ് പറയുന്നത്, കൺസംഷനാണ് ഏറ്റവും കൂടുതൽ ഇക്കണോമിൽ ഗ്രോത്ത് കൊണ്ടുവരുന്നത് അല്ലേ, അത് മൾട്ടിപ്ലയർ എഫക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ എം പി സിയും അതുപോലെ തന്നെ മൾട്ടിപ്ലയർ തമ്മിൽ എന്തായിരിക്കും, പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും. എം പി സി കൂടുമ്പോൾ മൾട്ടിപ്ലയർ കൂടുന്നു, എം പി സി കുറയുമ്പോൾ മൾട്ടിപ്ലയർ കുറയുന്നു. ഇനി എം പി എസും അതുപോലെ തന്നെ മൾട്ടിപ്ലയർ തമ്മിൽ എന്തായിരിക്കും, നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും. കാരണം എന്താ, നമ്മൾ കൂടുതൽ സേവ് ചെയ്യാണ്, നമ്മൾ കൺസ്യൂം ചെയ്യുന്നില്ല, എന്ത് സംഭവിക്കും, സേവ് ചെയ്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ മോർ സേവിങ് ലീഡ്സ് ടു ദ ലെസ് സേവിങ്. പാരഡോക്സ് ത്രിഫ്റ്റ് തിയറിയിൽ എന്താ പറയുന്നത്, കൂടുതൽ സേവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യില്ല, നമ്മൾ കൺസ്യൂം ചെയ്യില്ല, കൺസ്യൂം ചെയ്യാത്തതുകൊണ്ട് അത് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് സ്ലോ ആവും, അവിടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയും, അവിടെ അവർക്ക് കിട്ടുന്ന ഇൻകം കുറയും, വീണ്ടും അവർ കൺസ്യൂം ചെയ്യുന്ന കുറയില്ല. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, മൾട്ടിപ്ലയർ എഫക്റ്റ് എന്ത് ചെയ്യും, കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ എം പി എസും അതുപോലെ തന്നെ മൾട്ടിപ്ലയറും തമ്മിൽ എന്തായിരിക്കും, നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, സ്മോളർ ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ആണല്ലേ, എം പി എസ് എന്താണ്, ചെറുതാണ്. അപ്പോൾ എന്തായിരിക്കും, മൾട്ടിപ്ലയർ എന്തായിരിക്കും, രണ്ടും നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ എം പി എസ് ചെറുതാകുമ്പോൾ മൾട്ടിപ്ലയർ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ലാർജ് വാല്യൂ ഓഫ് ദി മൾട്ടിപ്ലയർ അല്ലേ. സോ ഡി എന്താണ്, കറക്റ്റ് ആണ്. എന്താണ്, എം പി എസ് കുറയുമ്പോൾ എന്തായിരിക്കും, സ്മോളർ ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് എന്തായിരിക്കും, ലാർജർ ദ വാല്യൂ ഓഫ് ദി മൾട്ടിപ്ലയർ ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ എന്തായിരിക്കും, ലാർജർ ദ എം പി സി ആണെങ്കിൽ എന്തായിരിക്കും, ലാർജർ ദ മൾട്ടിപ്ലയർ എഫക്റ്റ് ആയിരിക്കും അല്ലേ. പിന്നെ എന്താണ് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ കൺസംഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കറിയാം, കൺസംഷൻ ഫംഗ്ഷൻ്റെ സ്ലോപ്പാണ് ആക്ച്വലി എന്ത് പറയുന്നത്, എം പി സി, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം അല്ലേ. ഇപ്പോൾ നമ്മുടെ സേവിങ് ഫംഗ്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും, സേവിങ് ഫംഗ്ഷൻ ആകുമ്പോൾ എപ്പോഴും ഓട്ടോണമസ് സേവിങ് എന്തായിരിക്കും, മൈനസിലാണ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഓട്ടോണമസ് സേവിങ് എപ്പോഴും എന്തായിരിക്കും, മൈനസിലാണ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം എന്താ, ഇൻകം ഇല്ലെങ്കിൽ നമ്മുടെ സേവിങ് എന്തായിരിക്കും, മൈനസ് ആയിരിക്കില്ലേ. നമുക്ക് ഇൻകം ഇല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്യുമോ, ഇല്ല അല്ലേ. അതനുസരിച്ച് നമുക്ക് എന്തായിരിക്കും, ഓട്ടോണമസ് കൺസംഷൻ എന്തായിരിക്കും, സി പ്ലസ് ബി വൈ എന്തായിരിക്കും, പോസിറ്റീവ് ആവാനുള്ള കാരണം എന്താണ്, ഈ ഒരു ഓട്ടോണമസ് കൺസംഷൻ പോസിറ്റീവ് ആവാനുള്ള കാരണം എന്താണ്, സി എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാനുള്ള കാരണം എന്താണ്, സി അല്ല, സി ഈസ് ഇക്വൽ ടു എ പ്ലസ് ബി വൈ. ഈ ഒരു എ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഓട്ടോണമസ് കൺസംഷൻ ആണ്. സോ ഇത് പോസിറ്റീവ് ആവാനുള്ള കാരണം എന്താണ്, നമുക്ക് ഇൻകം ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യില്ല. നമ്മൾ കടം വാങ്ങിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ പണ്ടത്തെ സേവിങ് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യും. ഇതിനാണ് നമ്മൾ എന്താ പറയുക, ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുക. എന്നാൽ ഇൻകം ഇല്ലെങ്കിൽ എന്തായിരിക്കും, ആക്ച്വലി നമ്മുടെ
ഇൻകം ഇല്ലെങ്കിൽ നമ്മുടെ സേവിങ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും മൈനസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഓട്ടോണമസ് സേവിങ് എപ്പോഴും എന്താവുന്നത് മൈനസ് ആവുന്നത്. ദെൻ ഇവിടെ MPS ഉണ്ടായിരിക്കും, ദെൻ എന്തായിരിക്കും സേവിങ് നമ്മുടെ ഇൻകം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ കൺസംഷൻ ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ കൺസംഷൻ കേർവിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക ബി എന്ന് പറയുക. ദാറ്റ് മീൻസ് MPG എന്ന് പറയുക. അതുപോലെ തന്നെ സേവിങ് ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്താണ് സേവിങ് ഫംഗ്ഷൻ കേർവിൻ്റെ എന്താണ് സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് MPS എന്ന് പറയാം. സോ MPS കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ MPS കുറവാണെന്ന് വെച്ചാൽ എന്തായിരിക്കും നമ്മുടെ സേവിങ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സേവിങ് കേർവ് എന്തായിരിക്കും ആക്ച്വലി ഫ്ലാറ്റർ ആയിരിക്കും. അതായത് എന്താണ് മൾട്ടിപ്ലയറും അതുപോലെ തന്നെ MPSും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് MPS കുറവാണെന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് എന്തായിരിക്കും മൾട്ടിപ്ലയർ എന്തായിരിക്കും കൂടുതലായിരിക്കും. ഡി നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാണ് MPS എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സേവിങ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സേവിങ് കേർവിൻ്റെ എന്താണ് സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് പറയാം MPS എന്ന് പറയാം അല്ലേ. അപ്പോൾ സേവിങ് കുറവാണെങ്കിൽ എന്തായിരിക്കും സേവിങ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സേവിങ് കേർവിൻ്റെ എന്തായിരിക്കും സ്ലോപ്പ് എന്തായിരിക്കും ഫ്ലാറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കാം ഫ്ലാറ്റർ ദ സേവിങ് ഫംഗ്ഷൻ. അതായത് സേവിങ് കുറവാകുമ്പോൾ MPS കുറവാകുമ്പോൾ എന്തായിരിക്കും MPS കുറവാകുന്ന സമയത്ത് എന്തായിരിക്കും സേവിങ് ഫംഗ്ഷൻ്റെ എന്തായിരിക്കും സേവിങ് ഫംഗ്ഷൻ കേർവ് എന്തായിരിക്കും ഫ്ലാറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് DE ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. 3 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം ഫസ്റ്റ് തൊട്ട് എന്ത് ചെയ്യണം എല്ലാ പോയിന്റ്സും എന്ത് ചെയ്യുക ഒന്നുകൂടെ ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, ഫസ്റ്റത്തെ പോയിന്റ് നമുക്കറിയാം എന്താണ്. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് MPSും അതുപോലെ തന്നെ എന്തായിരിക്കും MPSും അതുപോലെ തന്നെ മൾട്ടിപ്ലയറും എന്തായിരിക്കും നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. കാരണം എന്താണ് MPS കൂടുമ്പോൾ എന്ത് കൂടും മൾട്ടിപ്ലയർ കുറയുന്നു, MPS കുറയുമ്പോൾ മൾട്ടിപ്ലയർ കൂടുന്നു. സോ നമുക്കറിയാം സ്മോളർ ദ MPS എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്കറിയാം ലാർജർ ദ മൾട്ടിപ്ലയർ ആണ് നമുക്കറിയാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് MPCയും അതുപോലെ തന്നെ മൾട്ടിപ്ലയറും തമ്മിൽ എന്തായിരിക്കും പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും. എന്തായിരിക്കും MPC കൂടുമ്പോൾ എന്തായിരിക്കും മൾട്ടിപ്ലയർ കൂടും അല്ലേ. അത് പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇവിടെ ലാർജ് എന്ന് കാണുമ്പോൾ ഇവിടെ സ്മോളർ ദ മൾട്ടിപ്ലയർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലേ. ഈ ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മളോട് പറയുന്നത് എന്താണ് MPS കുറയാ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സേവിങ് ഫംഗ്ഷൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും ഫ്ലാറ്റർ ആയിരിക്കും. അതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോയിന്റിൽ നമ്മൾ കണ്ടിട്ട് സ്റ്റീപ്പർ ദ സേവിങ് ഫംഗ്ഷൻ. അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് ഫ്ലാറ്റർ ആകുമ്പോൾ ഇതെന്ത് ചെയ്യാൻ വെട്ടിക്കളയാം. ദെൻ കൺസംഷൻ ഫംഗ്ഷൻ ഈസ് എ ഫ്ലാറ്റ്. അതായത് MPS സ്ലോവർ ആണെന്ന് പറയുമ്പോൾ MPS കുറവാന്ന് പറയുന്നുണ്ടല്ലേ ക്വസ്റ്റ്യനിൽ എന്ത് പറയുന്നുണ്ട് MPS എന്ത് ചെയ്യുന്നുണ്ട് കുറവാന്ന് പറയുന്നുണ്ടല്ലേ MPS കുറവാന്ന് പറയുമ്പോൾ എന്തായിരിക്കും MPC കൂടുതലായിരിക്കും അല്ലേ. MPC കൂടുതലാവുമ്പോൾ ആക്ച്വലി എന്തായിരിക്കും MPC കൂടുതലാവുമ്പോൾ കൺസംഷൻ ഫംഗ്ഷൻ്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഫ്ലാറ്റർ ആയിരിക്കില്ല, മറിച്ച് എന്തായിരിക്കും സ്റ്റീപ്പർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എത്രയൊക്കെ പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയില്ലേ. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഇതിപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങളുടെ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ചോദിക്കുക. എന്താണ് നമുക്ക് പറയാം എന്താണ് MPSും മൾട്ടിപ്ലയറും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്, MPCയും മൾട്ടിപ്ലയറും തമ്മിൽ എന്താണ് പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. MPS കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ സേവിങ് ഫംഗ്ഷൻ എന്ത് ചെയ്യും ഫ്ലാറ്റർ ആയിട്ട് മാറും. MPS കുറയുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും MPC കൂടുക എന്നുള്ളതാണ്. സോ MPC കൂടുമ്പോൾ എന്തായിരിക്കും നമ്മുടെ കൺസംഷൻ ഫംഗ്ഷൻ എന്താവും സ്റ്റീപ്പർ ആയിട്ട് മാറും. അപ്പോൾ MPS കുറയുന്ന സമയത്ത് അത് ഫ്ലാറ്റർ ആയിട്ട് മാറാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ MPC കുറയുന്ന സമയത്ത് അത് ഫ്ലാറ്റർ ആയിട്ടാണ് മാറുന്നുണ്ടാവുക. MPS കൂടുന്ന സമയത്ത് MPC കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം അത് സ്റ്റീപ്പർ ആയിരിക്കും അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയും. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് DNE ആണ്. സോ ഇതിൻ്റെ എല്ലാ പോയിന്റ്സും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് MPSും മൾട്ടിപ്ലയറും തമ്മിൽ എന്തായിരിക്കും നെഗറ്റീവ് റിലേഷൻഷിപ്പും MPCയും അതുപോലെ തന്നെ മൾട്ടിപ്ലയറും തമ്മിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും. MPS കുറയാന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും സേവിങ് ഫംഗ്ഷൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഫ്ലാറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ MPC കുറയാന്ന് പറയുമ്പോഴും നമ്മുടെ കൺസംഷൻ ഫംഗ്ഷൻ എന്തായിരിക്കും സ്ലോപ്പ് അത് ഫ്ലാറ്റർ ആയിരിക്കും. MPS കൂടാന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ സേവിങ് ഫംഗ്ഷൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് സ്റ്റീപ്പർ ആയിരിക്കും. MPC കൂടാന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ എന്താണ് നമ്മുടെ കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അത് സ്റ്റീപ്പർ ആയിരിക്കും. അത് മനസ്സിലാക്കിയേക്കാം. അപ്പോൾ ഇതെന്ത് ചെയ്യുക ഓരോ പോയിന്റ്സ് ആയിട്ട് എന്ത് ചെയ്യുക ഒരു സൈഡിൽ നിങ്ങൾ എഴുതി വെക്കാം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ D ഈസ് എ കറക്റ്റ് ആൻസർ ആൻഡ്
വീണ്ടും ക്രോണോളജിക്കൽ ഓർഡറാണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് വേണം അല്ലേ. ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് വേണം. സോ നമുക്ക് എന്തായാലും മൂവ് ഓൺ ചെയ്യാം അല്ലേ. ഓക്കെ, എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഏർലിയസ്റ്റ് ആണ് തരുന്നത്, അതായത് ഓൾഡസ്റ്റ് ടു ലേറ്റസ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ക്വസ്റ്റ്യനിൽ തന്നെ തരും. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, അത് ഓൾഡസ്റ്റ് ടു എന്തായിരിക്കും, ലേറ്റസ്റ്റ് ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഏർലിയസ്റ്റ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ നിങ്ങൾക്ക് കണ്ട് പരിചയമുള്ളത് എന്താണ്, ന്യൂ ഇക്കണോമിക് പോളിസി നമുക്കറിയാം അല്ലേ. നരസിംഹം കമ്മിറ്റി റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ട് 1991 LPG വന്നു അല്ലേ. എന്താണ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ദ ഗ്ലോബലൈസേഷൻ. ഇത് നമുക്കറിയാം 1991 ആണ്. കോവിഡ് ബ്രേക്കും ഏകദേശം നമുക്കറിയാം അല്ലേ. 2019 എന്ത് വരുന്നത്, കോവിഡ് ബ്രേക്ക് വരുന്നത് അല്ലേ. ഇതും ഏകദേശം നമുക്കറിയാം അല്ലേ. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് ഈസ്റ്റ് ഏഷ്യൻ ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്. ഈസ്റ്റ് ഏഷ്യൻ ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്നത് ഏകദേശം 1997 കേട്ടോ. 1997 നമുക്കറിയാം. ഒരുപാട് കൺട്രീസിൻ്റെ ഫിനാൻഷ്യൽ ക്രൈസിസിന് കാരണമായിട്ടുണ്ട്. തായ്ലാൻഡ്, അതുപോലെ തന്നെ സൗത്ത് കൊറിയ, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ കൺട്രീസിനൊക്കെ ഫിനാൻഷ്യൽ ക്രൈസിസിന് കാരണമായിട്ടുള്ളതാണ് ഈസ്റ്റ് ഏഷ്യൻ ഫിനാൻഷ്യൽ ക്രൈസിസ്. 1997 ദെൻ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ്, അത് നമുക്കറിയാം അല്ലേ. ലീമാൻ ബ്രദേഴ്സിൻ്റെ പോലുള്ള കാര്യങ്ങളൊക്കെ കൊളാപ്സ് ആയിട്ടുണ്ട്. 2008 ആണ്, അത് നമുക്കറിയാം. ഏകദേശം നമ്മൾ കേട്ടിട്ടുള്ള ഭാഗങ്ങളാണ്. 2008 എന്ത് ചെയ്യുന്നത്, ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുന്നത്. ദാറ്റ് മീൻസ് ലീമാൻ ബ്രദേഴ്സിന് കൊളാപ്സ് ആവുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, അത് ഗ്ലോബലി എല്ലാ രാജ്യങ്ങളിലും എന്ത് ചെയ്യുന്നു, അതിൻ്റെ ക്രൈസിസ് എഫക്റ്റ് ആവുന്നു. ആൻഡ് വാർ ഇൻ ഉക്രൈൻ വരുന്നത് വളരെ റീസെൻ്റ് ആയിട്ട് 2022 2022 റഷ്യ എന്ത് ചെയ്യാണ്, ഉക്രൈനെ ആക്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി 24 എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു വാർ ഉണ്ടായിട്ടുള്ളത്. ഫെബ്രുവരി 24 എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു വാർ ഉണ്ടായിട്ടുള്ളത് 24. സോ നമുക്ക് അറിയാമല്ലേ, നമുക്കറിയാം ഫസ്റ്റ് വരുന്നത് എന്തായിരിക്കും, ന്യൂ ഇക്കണോമിക് പോളിസി ആണല്ലേ. വാർ ഇൻ യുക്രൈനിൽ എന്താണ്, റഷ്യ എന്ത് ചെയ്യാണ്, ഫെബ്രുവരി 24 എന്ത് ചെയ്യാണ്, 2022 ഫെബ്രുവരി 24 എന്ത് ചെയ്യാണ്, നമ്മുടെ ഉക്രൈനെ ആക്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെ റീസെൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് അല്ലേ. നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്, ന്യൂസ് പേപ്പറിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഏറ്റവും എന്താ പറയുക, നമ്മളെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ബേസിക്കലി എന്താണ് ഇവിടെ നമുക്കറിയാം, റീസെൻ്റ് ആയിട്ട് നടന്നത്. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, 2022 വാർ തന്നെയാണ് അല്ലേ. അപ്പോൾ എന്താണ്, ഡി എന്ന് പറയുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് വരുന്നത് അല്ലേ. ഡി ഏറ്റവും അവസാനമായിട്ട് വരുന്നത് ഓപ്ഷൻ 1 ആണ്. സോ ഇതിലറിയാം നമുക്ക് എന്താണ്, ഇ ആണ് എന്ത് പറയുന്നത്, ഏറ്റവും ഇ എന്ന് പറയുന്നത് എന്താണ്, ന്യൂ ഇക്കണോമിക് പോളിസിയാണ് ഫസ്റ്റ് വരുന്നത് അല്ലേ. ഫസ്റ്റ് വരുന്നത് എന്താണ്, ന്യൂ ഇക്കണോമിക് പോളിസി. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സൈഡിൽ എഴുതി വെക്കണം അല്ലേ. ഫസ്റ്റ് വരുന്നത് ന്യൂ ഇക്കണോമിക് പോളിസിയാണ്, ഇ ആണ് എന്ത് വരുന്നത്, ഫസ്റ്റ് വരുന്നത്. ദെൻ സെക്കൻഡ് വരുന്നത് ഏതാണ്, 1997 ഈസ്റ്റ് ഏഷ്യൻ ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്. സോ എ ആണ് സെക്കൻഡ് വരുന്നത്. ദെൻ തേർഡ് വരുന്നത് സി ആണ്, ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ്, സി ആണ് വരുന്നത്. ദെൻ വരുന്നത് എന്താണ്, പിന്നെ ഔട്ട് ബ്രേക്ക് ഓഫ് COVID-19 ആണ് വരുന്നത് അല്ലേ, ബി ആണ് പിന്നീട് വരുന്നത്. ദെൻ ഏറ്റവും ഫൈനലായിട്ടാണ് നമ്മുടെ വാർ ഇൻ ഉക്രൈനിൽ ഉണ്ടാകുന്നത് അല്ലേ, ഡി ആണ് ഏറ്റവും ഫൈനലായിട്ട് നമുക്ക് കാണുന്നില്ല. അപ്പോൾ EACBD ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. സോ എ ഇസ് എ കറക്റ്റ് ആൻസർ. ദ ഫസ്റ്റ് വൺ ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂ ഇക്കണോമിക് പോളിസി അറിയാം. അതുപോലെ തന്നെ ഉക്രൈൻ്റെ ഏകദേശം നമ്മുടെ ഈ ന്യൂസും കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് ഏകദേശം അതിനൊരു ഇയർ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, ഈ വാർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. പിന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ് നമുക്കറിയാം. നമ്മൾ യൂഷ്വലി നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് എപ്പോഴും കേൾക്കുന്നതാണ് 2008 ഫിനാൻഷ്യൽ ക്രൈസിസ്. പിന്നെ അതുപോലെ COVID-19 നമുക്ക് വളരെയധികം റിലേറ്റഡ് ആയിട്ട് നമ്മൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള നമ്മൾ ആ ഒരു എന്താ പറയുക അത്രയും ഇതിൽ നമ്മൾ സർവൈവ് ചെയ്ത് വന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും അത് മറന്നു പോകില്ല അല്ലേ. 2019-20 ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഏകദേശം ഓർത്ത് വെക്കാൻ അറിയുന്നതാണ്. അപ്പം ഇതിൻ്റെ ഒരു ഏകദേശം ഐഡിയയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഇയേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നോക്കി വെക്കണം കേട്ടോ. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദി അസംപ്ഷൻ ഓഫ് ദി ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ ദാറ്റ് ഓൾ ദ വാല്യൂസ് ഓഫ് ദി എക്സ്പ്ലനറ്ററി വേരിയബിൾ എക്സ് മസ്റ്റ്. നമുക്കറിയാം നമ്മുടെ എക്സ്പ്ലനറ്ററി വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് അല്ലേ. എക്സ്പ്ലനറ്ററി വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. സോ നമ്മളിപ്പോൾ നോക്കുകയാണ്, കൺസംഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം എന്ന് നമ്മൾ പറയുകയാണല്ലേ. അതിൽ വൈ ആണെന്ന് പറയുന്നത് എക്സ്പ്ലനറ്ററി വേരിയബിൾ അല്ലേ. കൺസംഷൻ ആണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. കാരണം എന്താണ്, ഈ കൺസംഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്നാൽ വൈ ഇവിടെ എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നമ്മൾ വൈനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ എക്സ്പ്ലനറ്ററി വേരിയബിൾ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ പ്രകാരം നമ്മുടെ എക്സ്പ്ലനറ്ററി വേരിയബിൾ ആയിട്ടുള്ള എക്സ് എപ്പോഴും എന്തായിരിക്കണം, ഒരിക്കലും എന്താവരുത്, സെയിം ആവരുത്. വേരിയൻസ് ഓഫ് എന്താണ്, വേരിയൻസ് ഓഫ്
ഇറ്റ്സ് വേരിയൻസ് ഓഫ് ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. നോട്ട് ഈക്വൽ ടു 0 ആവണം. അതുപോലെ തന്നെ എന്തായിരിക്കണം, അത് ഒരിക്കലും സെയിം ആവരുത്. കാരണം അത് സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്താണ് എത്രത്തോളം ആ ഒരു എക്സ്പ്ലനറ്ററി വേരിയബിൾ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെയിം ആവണം നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല അതൊരിക്കലും 0 ആവരുത് എന്നുള്ളതാണ്. സോ ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 2 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇത് 0 ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ എക്സ്പ്ലനറ്ററി വേരിയബിൾ സെയിം ആണെന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും, അവിടെ നമുക്ക് ഒരിക്കലും റിഗ്രഷൻ കോയിഫിഷ്യൻറ്റിനെ വളരെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ എന്തായിരിക്കണം, നമ്മുടെ എക്സ്പ്ലനറ്ററി വേരിയബിൾ എപ്പോഴും എന്തായിരിക്കണം, ഒരിക്കലും സെയിം ആവരുത്. പ്ലസ് എന്തായിരിക്കണം, വേരിയൻസ് ഓഫ് എക്സ്പ്ലനറ്ററി വേരിയബിൾ അപ്പോൾ എന്തായിരിക്കണം, നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഒരിക്കലും എന്ത് ചെയ്യരുത്, 0ക്ക് ഈക്വൽ ആവരുത്. ഓക്കെ, സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 2 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. 6th question. Include in the governor of the Reserve Bank of India, how many members are there in the monetary policy committee? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ തന്നിട്ടുണ്ടല്ലേ, 4th one ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഒരു ചെയർമാൻഷിപ്പ് വരുന്നത് ഗവർണർ ഓഫ് RBI ആണ്. സോ ഗവർണർ ഓഫ് RBI ആണ് ഫസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഡെപ്യൂട്ടി ഗവൺമെൻറ് ആണ് വരുന്നത്. ദെൻ തേർഡ് എന്ന് പറയുന്നത് ഒരു ഓഫീസ് പേഴ്സൺ എന്ത് ചെയ്യും, നമ്മുടെ തേർഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓഫീസ് പേഴ്സൺ എന്താ ചെയ്യുന്നത്, നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു ഓഫീസ് പേഴ്സൺ എന്ത് ചെയ്യും, ആരാ നോമിനേറ്റ് ചെയ്യുന്നത്, സെൻട്രൽ ബോർഡാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഓഫീസ് പേഴ്സൺ എന്ത് ചെയ്യുന്നത്, നോമിനേറ്റ് ചെയ്യുന്നത്. അതായത് RBIയിലുള്ള ഒരു ഓഫീസ് പേഴ്സൺ എന്ത് ചെയ്യും, നമ്മുടെ സെൻട്രൽ ബോർഡ് എന്ത് ചെയ്യും, നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ദെൻ ഏറ്റവും ഫോർത്ത് വണ്ണിൽ നമുക്ക് ഏകദേശം 3 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഒരു 3 മെമ്പേഴ്സിനെ ആക്ച്വലി നോമിനേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും, സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. അങ്ങനെ 6 മെമ്പേഴ്സാണ് നമ്മുടെ ഈ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ വരുന്നത്. പ്ലസ് എന്തായിരിക്കും, ഇതിൻ്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത് 4 years ആയിരിക്കും. ഈ ഒരു കമ്മിറ്റിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് 4 years ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ 6 മെമ്പേഴ്സാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ വരുന്നത് കേട്ടോ. ഓക്കെ, then the committee to review the working of the monetary system recommended by the monetary target in India. Basically നമ്മുടെ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് നമുക്കറിയാം ഫുൾ എംപ്ലോയ്മെൻറ്റ് വരുത്തണം, അതുപോലെ തന്നെ പ്രൈസ് സ്റ്റെബിലിറ്റി കൊണ്ടുവരണം, ഇക്കണോമിക് ഗ്രോത്ത് വരണം. ഈ ഒരു ഒബ്ജക്റ്റീവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോണിറ്ററി പോളിസി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതില്ല. അപ്പോൾ ഈ ഒരു മോണിറ്ററി പോളിസിനെ വളരെയധികം എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പല റെക്കമെൻഡേഷനും നമ്മൾ വരുത്തുന്നതല്ലേ. അപ്പോൾ മോണിറ്ററി ടാർഗറ്റ് അത് റെക്കമെൻഡഡ് ബൈ ദ മോണിറ്ററി ടാർഗറ്റ് ഇൻ ഇന്ത്യ ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഷുഗ്മോയ് ചക്രവർത്തിയാണ്. സോ 1985 എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു റെക്കമെൻഡേഷനും കാര്യങ്ങളും വന്നിട്ടുള്ളത് 1985 കേട്ടോ. 1985. ഓക്കെ, അതായത് നമ്മളെന്ത് വളരെയധികം സ്റ്റേബിളായിട്ട് മോണിറ്ററി പോളിസിയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുക, അതായത് പ്രൈസ് സ്റ്റെബിലിറ്റി കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഒരു റെക്കമെൻഡേഷനും കാര്യങ്ങളും നടത്തുന്നത്. സോ ഇത് വന്നിട്ടുള്ളത് 1985 നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 2 is the correct answer. 8th question. The currency to deposit ratio of the economy is 0.2 and the reserve to the deposit ratio is 0.1. The value of the money multiplier. So ഇവിടെ നമുക്ക് value of the money multiplier കാണാൻ വേണ്ടിയിട്ട് വേണ്ട ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ, where is my cursor? Yes. മണി മൾട്ടിപ്ലയർ കാണാനുള്ള ഇക്വേഷൻ ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ, മണി മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു 1 plus currency deposit divided by reserve deposit plus എന്താണ്, കറൻസി ഡെപ്പോസിറ്റ് ആണ്. റിസർവ് ഡെപ്പോസിറ്റ് പ്ലസ് കറൻസി ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം 1 പ്ലസ് എന്താണ്, കറൻസി ഡെപ്പോസിറ്റ് എത്രയാണ്, കറൻസി ഡെപ്പോസിറ്റ് എത്രയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, 0.2 ആണ്. 0.2 ആണല്ലേ, 0.2 ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ റിസർവ് ടു ഡെപ്പോസിറ്റ് എത്രയാണ് കൊടുത്തിട്ടുള്ളത്, 0.1 ആണ്. 0.1 ആണ്. ദെൻ 0.1 പ്ലസ് എന്താണ്, 0.1 പ്ലസ് എന്താണ്, എഗെയിൻ നമ്മൾ എന്താണ് കറൻസി ഡെപ്പോസിറ്റ് ചോദിക്കുകയാണ്, 0.2 ആണ്. 0.2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1.2 ഡിവൈഡഡ് ബൈ 0.3 കിട്ടും അല്ലേ. 1.2 ഡിവൈഡ് ബൈ 0.3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് ഈക്വൽ ടു 4 ആയിരിക്കും.
4 ആയിരിക്കും. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് 4 ആണ്. സോ ഫോർത്ത് വൺ ഈസ് എ കറക്റ്റ് ആൻസർ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇക്വേഷൻ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. മണി മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് കറൻസി ടു ഡെപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ റിസർവ് ടു ഡെപ്പോസിറ്റ് പ്ലസ് എന്തായിരിക്കും, കറൻസി ടു ഡെപ്പോസിറ്റ് ആയിരിക്കും ഇതിൻ്റെ ഇക്വേഷൻ വരുന്നുണ്ടാവും. ഓക്കെ, സോ ഫോർത്ത് വൺ ഇസ് എ കറക്റ്റ് ആൻസർ. ദെൻ എഗെയിൻ നമുക്ക് ക്രോണോളജി ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഒരൊറ്റ ക്രോണോളജി മാത്രമല്ല ഉണ്ടായിരിക്കാം, റിപ്പീറ്റ്ലി ഒരുപാട് ക്രോണോളജിക്കൽ ഓർഡർ നമുക്ക് കാണാൻ പറ്റും. ഇത് അത്യാവശ്യം നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇതൊരു ഇന്ത്യൻ ഇക്കോണമിയിലെ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്കീമുകൾ ഇവിടെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് ഓരോ ഇയർ വൈസ് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് നോക്കാം. ദെൻ ആയുഷ്മാൻ സർക്കിൾ സ്കീം എന്ന് പറയുന്നത് ബേസിക്കലി എന്ത് ചെയ്യുക, ഹെൽത്തി ഇൻഫ്രാസ്ട്രക്ചറിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2020 ഇത് വരുന്നത് കേട്ടോ. 2020 വരുന്നത്. ദെൻ സമർത്ഥ് സ്കീം, ഒന്നിക്ക് സമർത്ഥ് സ്കീം എന്നോ അല്ലെങ്കിൽ സ്കീം ഫോർ ദ കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ ടെക്സ്റ്റൈൽ സെക്ടർ. ബേസിക്കലി ടെക്സ്റ്റൈൽ സെക്ടറിൽ എന്ത് ചെയ്യുക, സ്കിൽഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് കൊണ്ടുവരാം. അതുപോലെ തന്നെ അവിടെയുള്ള എംപ്ലോയീസിൻ്റെ സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് കൊടുക്കുക, സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു സ്കീം കൊണ്ടുവരുന്നത്. ഈ ഒരു സ്കീം വന്നിട്ടുള്ളത് 2017 എന്ത് ചെയ്തിട്ടുള്ളത്, സമൃദ്ധ സ്കീം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സ്കീം ഫോർ കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ ദി ടെക്സ്റ്റൈൽ സെക്ടർ. എന്ത് ചെയ്യുക, ടെക്സ്റ്റൈൽസ് ഏരിയകളിൽ എന്ത് ചെയ്യുക, അവിടുത്തെ എംപ്ലോയീസിന് കൂടുതൽ സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് കൊടുക്കുക, സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇത് കൊണ്ടുവരുന്നത്. ദെൻ ആയുഷ്മാൻ ഭാരത് നമുക്കറിയാം അല്ലേ, ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഏകദേശം 50 crores എന്ത് ചെയ്യുക, ബെനഫിഷ്യറീസ് കവർ ചെയ്തിട്ടുള്ളതാണ് ആയുഷ്മാൻ ഭാരത്. അത് കവർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആയുഷ്മാൻ ഭാരത് വന്നിട്ടുള്ളത്. സോ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആണ്. ഏത് ഇയറിലാണ് വന്നിട്ടുള്ളത്, 2018 ആണ്. 2018 എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആയുഷ്മാൻ ഭാരത് വന്നിട്ടുള്ളത് 2018. ഇതിൻ്റെയൊക്കെ ഇയേഴ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ കാണാപ്പാടം പഠിക്കുക. ചിലപ്പോൾ ഇങ്ങനത്തെ ഉള്ള സ്കീമുകളുടെയൊക്കെ എന്ത് ചെയ്യാം, ചിലപ്പോൾ ഒരു എന്താണ് കറക്റ്റായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ പഠിച്ചു പോകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ദെൻ PM കുസും സ്കീം എന്ന് പറയുന്നത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ സോളാർ എനർജി എന്ത് ചെയ്യുക, അഗ്രികൾച്ചർ സെക്ടറിൽ കൊണ്ടുവരാം. ഫാമേഴ്സിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സോളാർ എനർജി എന്ത് ചെയ്യുക, നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ കൊണ്ടുവരുന്നതിനാണ് നമ്മളെന്ന് പറയുന്നത് PM കുസും സ്കീം എന്ന് പറയുന്നത് 2019 വരുന്നത് കേട്ടോ. 2019 ഈ ഒരു സ്കീം വരുന്നത്. 2019 ഈ സ്കീം വരുന്നത്. നാഷണൽ പോളിസി ഫോർ ദ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ദി ഓണ്ടർപ്രണർഷിപ്പ് ബേസിക്കലി എന്ത് ചെയ്യുക, നമ്മുടെ ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൊണ്ടുവരാൻ ക്രിയേറ്റ് ദ സ്കിൽഡ് വർക്ക് ഫോഴ്സ്, അതുപോലെ തന്നെ പ്രൊമോട്ട് ദ ഓണ്ടർപ്രണർഷിപ്പ്, അതായത് സ്കിൽഡായിട്ടുള്ള വർക്ക് ഫോഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓണ്ടർപ്രണർഷിപ്പ്, അതായത് കൂടുതൽ സംരംഭകരെ എന്ത് ചെയ്യുക, വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് എന്ത് വരുന്നത്, നാഷണൽ പോളിസി ഫോർ ദ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ദി ഓണ്ടർപ്രണർഷിപ്പ് വരുന്നത്. 2015 ഇത് വരുന്നത് കേട്ടോ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2015 റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2015 നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്താ വന്നിട്ടുള്ളത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു, ഓർമ്മ ഉണ്ടോ? നീതി ആയോഗ് അല്ലേ. നീതി ആയോഗ് എന്താണ്, റീപ്ലേസ്മെൻറ്റ് ഓഫ് പ്ലാനിംഗ് കമ്മീഷനാണ്. നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്താ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ആണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം. സോ ഇതിൻ്റെ ഇയേഴ്സ് ഒക്കെ നമുക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം ഏറ്റവും അവസാനം വന്നിട്ടുള്ളത് A ആണ്, നമുക്കറിയാം. 2 is the correct answer, റൈറ്റ്. 2 is the correct answer അല്ലേ. നോക്കാം, ഏറ്റവും അവസാനം A വന്നിട്ടുള്ളത് നമുക്കറിയാം. 2 is the correct answer നമുക്കറിയാം. സോ ഫസ്റ്റ് വൺ ഏതാണ്, E ആണല്ലേ. E എന്നാണ് പറയുന്നത്, നാഷണൽ പോളിസി ഫോർ സ്കിൽഡ് ഡെവലപ്മെൻറ്റ് ഓണ്ടർപ്രണർഷിപ്പ് ആണ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ. ഈ ഫസ്റ്റ് വൺ. ആൻഡ് ദ സെക്കൻഡ് 2015 കഴിഞ്ഞ് 2017 സമർത്ഥ് അല്ലേ, സമർത്ഥ് സ്കീം ഓർ സ്കീം ഫോർ ദ കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ ദി ടെക്സ്റ്റൈൽ സെക്ടർ ആണ്. ദെൻ B ആണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സൈഡിൽ എഴുതി വെക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ പറയുന്നത്, 17 കഴിഞ്ഞ് 18 എന്താ വരുന്നത്, നമ്മുടെ ആയുഷ്മാൻ അല്ലേ, ആയുഷ്മാൻ ഭാരതാണ് വരുന്നത്. സോ C ആണ്. പിന്നെ വരുന്നത് 19 ആണ്, PM കുസും സ്കീമാണ്. എന്ത് വരുന്നത്, D ആണ് പിന്നെ വരുന്നത്. ദെൻ ഏറ്റവും ഫൈനലായിട്ട് നമുക്ക് എന്ത് പറയാം, A ആണെന്ന് പറയുന്നത് ഏറ്റവും ഫൈനലായിട്ട് വരുന്നത് നമുക്ക് പറയാം അല്ലേ. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, B is the correct answer. അപ്പോൾ ഇതിനൊക്കെ ഇയേഴ്സ് അറിയെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണല്ലേ. അപ്പോൾ ഇയേഴ്സ് അറിയണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, പിന്നെ ഓരോ സ്കീമും എന്തിനുള്ളതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ചിലപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് പറഞ്ഞിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് തരാണെങ്കിൽ ആയുഷ്മാൻ ഭാരത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പിക്ക് ചെയ്യാൻ പറ്റണം. ചിലപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു സ്കീം കൊടുക്കും, എന്നിട്ട് ആ സ്കീം ഇന്ന ഇയറാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. ആ സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ് ഇതാണ്,
അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ തരും ഒരൊറ്റ സ്കീം എടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ചൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഏറ്റവും ഫൈനൽ ക്വസ്റ്റ്യൻ. സോ ഗിവൺ ബിലോ ആർ ദ 2 സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യൻ ഇക്കോണമി റിലേറ്റ് ചെയ്തിട്ടാണ്. ബിറ്റ്വീൻ 1901 and the 1951 in India, the relative product per workers in the industry increased from the above average to the far above the average. Correct ആണ്. The relative product per worker in the agriculture decreased from the below average to the even further below. So ഇത് correct statement ആണ് കേട്ടോ. Then second, between 1901 to 1951 is in India, de-industrialization definitely occurred. ഇത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. 1901 അതുപോലെ തന്നെ അതിൻ്റെ 1951 ഇടയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഡസ്ട്രിയലൈസേഷൻ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും ഇൻഡസ്ട്രിയലൈസേഷൻ അല്ല അവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ ടെക്സ്റ്റൈൽസ് ആണെങ്കിലും ജൂട്ടാണെങ്കിലും നമ്മൾ ഏതൊരു ഇൻഡസ്ട്രി സെക്ടർ എടുക്കുന്ന സമയത്തും 1901 അതുപോലെ തന്നെ 1951 ഇടയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ സെക്ടർ കൂടുതൽ ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് പോവുകയല്ല ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇൻകറക്റ്റ് ആണ് കേട്ടോ. സോ ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 1 is correct and statement 2 is incorrect. So 3 is the correct answer. 3 ആണെന്ന് പറയുന്നതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നൊരു 10 ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നതിന് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓഫ് കോഴ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും അതിന് റിപ്ലൈ തരുന്നതാണ്. നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക ഗൈസ്. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്.